മോഹൻ ജോർജ് എൻ.ഡി.എ സ്ഥാനാർത്ഥി വലിയ ആത്മവിശ്വാസത്തിലാണുള്ളത്. ഇന്നിപ്പോൾ വഴിക്കടവ് മുതൽ നിലമ്പൂർ വരെ റോഡ് ഷോ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെ, അങ്ങനെയാണ് പാർട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്, ശക്തമായ മഴയാണ്. പക്ഷേ കലാശക്കൊട്ടിലേക്ക് പോകാൻ പോവാണ്. അതിൻ്റെ ആവേശത്തോടെ വരെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തകർ ആവേശത്തിലാണ്, വളരെയേറെ ആവേശത്തിലാണ്. കലാശക്കൊട്ടാണല്ലോ, മഴയൊരു തടസ്സമാകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഈ കൃത്യമായിട്ടുള്ള ഓരോ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് തേടി പോകുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതിൽ തന്നെ ക്രൈസ്തവ മേഖലയിൽ നിന്നൊക്കെ കൂടുതൽ വോട്ടുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എത്ര വോട്ട് നേടാൻ കഴിയും? അത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഞങ്ങൾ കൃത്യമായി പറയാൻ ആർക്കും പറ്റില്ലല്ലോ. നമ്മൾ പ്രവാചകരൊന്നുമില്ലല്ലോ. കൃത്യമായി പറയാൻ ആർക്കും പറ്റില്ല. ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് BJPയെ കാണുന്നത്. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഞങ്ങളുടെ നേതാക്കന്മാർ മുഴുവനോടുണ്ടല്ലോ. രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെ ഞങ്ങളുടെ നേതാക്കന്മാർ മുഴുവനൂടെയുണ്ട്. ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ്, ജനങ്ങളും പ്രതീക്ഷയിലാണ്. ജനങ്ങൾക്ക് ഞങ്ങളെപ്പറ്റിയൊരു പ്രതീക്ഷയുണ്ട്. ജനങ്ങൾ ഞങ്ങളെപ്പറ്റിയുള്ള ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. അതനുസരിച്ച് വോട്ടുകൾ ചെയ്യും. ഇന്നലെ കുറച്ച് സമയമെങ്കിലും വെയിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ശക്തമായ മഴയാണ്. ഇതുപോലെ ഇങ്ങനെ കാലാവസ്ഥ മാറി മറിയുന്നത് പോലെ തന്നെ ഒരു മാറ്റം നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകണം. അതാണ് വലിയ ആവശ്യം. കാരണം ഇവിടെ അവികസിതമായ ഒരു മേഖലയല്ലേ. ഈ മേഖലയിൽ കേരളത്തിലെ മറ്റുള്ള നിയോജക മണ്ഡലങ്ങളെക്കാൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടുത്തെ മലയോര കർഷകർ വളരെ കഷ്ടപ്പെടുകയാണ്. ഇവിടുത്തെ കുടിയേറ്റ ജനത ആകെ ദുരിതത്തിലാണ്. ഇവിടെ കുടിയേറ്റക്കാരെ കയ്യേറ്റക്കാരായി കാണുന്ന ഒരു നിലപാടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളുടെ ഒരു വിളഭൂമിയാണിത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ ഈ പരമ്പരാഗതമായി ക്രൈസ്തവ വോട്ടുകൾ പോകുന്ന ഒരു മേഖലയിൽ നിന്ന് അത് അടർത്തിയെടുക്കാം എന്നുള്ളൊരു ബോധ്യം BJPയെ സംബന്ധിച്ചുണ്ട്. അത് പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാവുമോ ഇത്തവണ? അതൊക്കെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടതല്ലേ. BJPക്ക് പല വലിയ പ്രതീക്ഷയോടാണ് എന്നെ നിർത്തിയിരിക്കുന്നത്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പാർട്ടി നേതാക്കന്മാരെല്ലാം ആ രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്. BJPയെ എഴുതി തള്ളിയവർക്ക് ഒരു മറുപടി നൽകും ഈ പ്രാവശ്യം. അരുൺകുമാർ, ആ തരത്തിലുള്ള ആത്മവിശ്വാസമാണ്. അദ്ദേഹം ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വരുന്ന മണിക്കൂറുകൾ BJPക്ക് അങ്ങനെ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ഡിസൈൻസ് ജംഗ്ഷൻ മുതൽ മഹാറാണി ജംഗ്ഷൻ വരെയാണ് BJPയും അല്ലെങ്കിൽ NDAയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊട്ടിക്കലാശത്തിന് സ്ഥലം നൽകിയിരിക്കുന്നത്. അവിടേക്ക് വഴിക്കടവ് മുതൽ നിലമ്പൂർ വരെ റോഡ് ഷോ ആയി എത്തി അവിടെ കൊട്ടിക്കലാശം നടത്തുക. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും നവ്യ ഹരിദാസ് മത്സരിച്ചപ്പോഴും നേടിയ വോട്ട് ഉണ്ട്. ആ വോട്ടിന് മുകളിലേക്ക് നേടാൻ കഴിയുക, ഇനി അല്ലെങ്കിൽ ആ വോട്ട് ഒട്ടും ചോർന്നു പോകാതെ പിടിച്ചു നിർത്തുക എന്നുള്ള സ്ട്രാറ്റജിക്കൽ മൂവാണ് ഇത്തവണ NDA ക്യാമ്പ് നടത്തിയിട്ടുള്ളത്. അത് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഭാഗത്ത് നിന്ന് നടത്തുന്ന നീക്കമെന്ന് നമുക്ക് പറയാനും സാധിക്കും.